ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മെത്തേഡ് എന്നാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഫംഗ്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്താണ് ഫംഗ്ഷൻ, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് മെത്തേഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ രണ്ട് ടൈപ്പ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും പിന്നെ ഒബ്ജക്റ്റും. നമ്മൾ ഒബ്ജക്റ്റിനെ അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അവിടെ കീ വാല്യൂ, പേഴ്സ്, പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഈ ഡാറ്റ മാത്രമല്ല ആക്ഷൻസും ഉണ്ടാവും. അതായത് ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സൺ ഒബ്ജക്റ്റിനെ എടുത്താൽ നെയിം, ഏജ്, ഓക്യുപ്പേഷൻ ഇതെല്ലാം ഒരു ഡാറ്റകളാണ്. ഇനി നമ്മൾ ആക്ഷൻസ് ആ ഒരു സെയിം പേഴ്സണത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ റീഡിങ്, റൈറ്റിംഗ്, എന്താണോ അത്, റീഡിങ്, റൈറ്റിംഗ്, വാക്കിംഗ് ഇതെല്ലാം ആ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഡാറ്റയും ആക്ഷൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്താണ് മെത്തേഡ് നോക്കാം. ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് ആണ് മെത്തേഡ്സ്. ഇതിനെ നമുക്ക് ഫങ്ഷൻസ് എന്നും പറയാം കേട്ടോ, പക്ഷെ ടെക്നിക്കലി നമ്മൾ ഇതിനെ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം ഒരു പേഴ്സന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു നെയിമും ഏജും ആസ് യൂഷ്വൽ രണ്ട് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഫംഗ്ഷൻ എക്സ്പ്രഷന്റെ സിന്റാക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഒരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അനോണിമസ് ഫംഗ്ഷനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം ഫംഗ്ഷൻ നെയിം, ഞാൻ ഫംഗ്ഷൻ നെയിം ആയിട്ട് ഒരു സേ ഹലോ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈക്വൽ ടു സിമ്പിളിന് പകരം കോളൻ കൊടുക്കുക. കോളം കൊടുത്തിട്ട് അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫംഗ്ഷൻ നെയിം ഇല്ലാത്തൊരു ഫംഗ്ഷൻ, അതിൽ ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫംഗ്ഷൻ പരാന്തസ്, ഫംഗ്ഷൻ കേർലി ബ്രേസസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ്, ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫംഗ്ഷൻസിനെയുമാണ് മെത്തേഡ്സ് എന്ന് ടെക്നിക്കലി പറയുന്നത്. ഇനി ഇത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് സേ ഹലോനെ ഒന്ന് കോൾ ചെയ്താൽ എന്താ നടക്കാന്ന് ഫസ്റ്റ് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് സേ ഹലോ എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുമ്പം റെഫറൻസ് എറർ ആണ് വരുന്നത്, നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഈ ഫംഗ്ഷൻ ഈ പേജിൽ ഡയറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയല്ല, ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിലാണല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റ് നെയിം കൊടുക്കണം, എന്നിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാവുള്ളൂ. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിന്റെ പാരന്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് കൊടുക്കാം. എങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഹലോ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് വരുന്നത് കാണാം. ക്ലിയർ ആയില്ലേ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അതായത് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിനെ ഫംഗ്ഷൻ തന്നെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്